ഹായ് ഓൾ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐറ്റി. അപ്പം അവിടത്തേക്ക് വന്നിരിക്കുന്ന ഓഫറാണ് ഓട്ടോണമസ് സയൻറ്റിഫിക് സൊസൈറ്റി, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, ഗവൺമെൻറ് ഓഫ്. അപ്പോൾ NITയുടെ അഡ്വർടൈസ്മെൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ പറയുമ്പം സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആയിട്ടാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞു വന്ന ഇതിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ടോട്ടൽ സീറ്റ് ലെവൽ 6 ആണ്. ഇതിൻ്റെ 35,000 തൊട്ട് 1 ലാക്ക് എത്ര വരെയുണ്ട്? 12,000 വരെയുണ്ട്. BE, BTech, MSc എനി ഓഫ് ദി കോൺ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷന്, ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോമാറ്റിക്സ് വരെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ മെയിനായിട്ട് ഇനി പറയാനുള്ളത് എന്താ ചോദിച്ചാൽ, നമ്മുടെ 78 സീറ്റ് CS ടോട്ടൽ 90 ആണ്, ITക്ക് 16, ECക്ക് 49. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയും പറയാനുള്ളത് ഫിസിക്കൽ PWDക്കുള്ള ഏജ് ലിമിറ്റ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നത് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് OMR ആണ്, 3 അവർ ഉണ്ട്, 120 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും, 35 ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? 1 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്, 0.25 നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനിയും ഈ പറയുന്ന 40% ഓഫ് ദി OBC, 30% ഫോർ SC/ST കട്ട് ഓഫ് മാർക്ക് വരുന്നത്. അപ്പോൾ ഇനിയും പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ റിട്ടേൺ ടെസ്റ്റ് സയൻറ്റിഫിക് ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് delhi.niliti.gov.in. ഓക്കെ അല്ലേ? ഇതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഹൗ ടു അപ്ലൈ എന്നുള്ള പ്രോസസ്സൊക്കെ പറയുന്നുണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞു വന്ന ഫീസ് 800 രൂപയോളമാണ് അടയ്ക്കുക. അതിൻ്റെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറഞ്ഞാൽ NILT കട്ട് ഓഫ് വിൽ ബി അൺചേഞ്ച്ഡ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈവൻ എക്സാംസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. വേറെ ഈ പറഞ്ഞ ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പം ബാക്കി അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി recruit.NILT.gov ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിട്ട്. സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞു വന്ന കാര്യത്തിനെ റെസ്പോണ്ട്. ഓക്കെ.